ഭരണി നക്ഷത്രക്കാർക്ക് പൊരുതിയാണേലും ഈ വർഷം അവർ നേടിയെടുക്കും. സ്വത്ത് ലഭിക്കാനും ധനം ലഭിക്കാനും ഒക്കെ ഉള്ള ഒരു സമയം കൂടിയാണ് ഈ വർഷം. തന്നെ കഷ്ടപ്പെടുക, കുറേ ഐഡിയപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് കാര്യങ്ങളൊക്കെ ദൈവം തന്നു. നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് 2026 വർഷത്തെ ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്, അതായത് അവരുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 2 ആഴ്ചയായി ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. ആദ്യം നമ്മൾ തുടങ്ങിയത് അനിഴം നക്ഷത്രത്തെക്കുറിച്ചായിരുന്നു. വളരെയധികം കമൻറ്റുകൾ കാര്യങ്ങൾ കുറേ പേര് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അതിനൊക്കെ എനിക്ക് അവർക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അവർക്കുള്ളൊരു ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്കന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഭരണി നക്ഷത്രത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പം ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുന്നതിന്, അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ സമയം ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. കോൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. 10-200 കോളൊക്കെ വന്നു കഴിഞ്ഞാൽ, 10-300 കോളൊക്കെ വന്നു കഴിഞ്ഞാൽ പാടായിരിക്കും. അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വന്നത് ഭരണി നക്ഷത്രത്തെക്കുറിച്ച് തന്നെയാണ്. 2026 ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ശനി ദോഷം, അതായത് 7.5 ശനിയുടെ അപഹാര കാലഘട്ടത്തിലൂടെ ആണെങ്കിൽ പോലും ഇവർ എല്ലാം പൊരുതി നേടിയെടുക്കും. അതായത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണേലും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇവർ കാര്യങ്ങളെല്ലാം നേടിയെടുക്കും. ഇപ്പോൾ കുറച്ച് പ്രയാസമുള്ളൊരു സമയത്തിലൊക്കെ ഓടെയാണ് ഇവർ കടന്നു പോകുന്നതെങ്കിലും ഇവരവരുടെ സ്വന്തം കഴിവ് കൊണ്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് കൊണ്ട് അവർ ഈ വർഷം അവരുടേതായി മാറ്റും. അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവർ ഭദ്രകാളിയാണ് കൂടുതൽ പ്രീതിപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരാം. പ്രധാനമായിട്ട് ഇവർക്ക് പൊതുവെ ഉള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവർ പെട്ടെന്നൊരു ദേഷ്യം വരുന്നൊരു പ്രകൃതമാണ്. അതുപോലെ തന്നെ അവരെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും. അവരുടെ ജോലിയിൽ മാക്സിമം അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് വൃത്തിയായിട്ട് അവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിലേക്ക് വേറെ ആരെയും അങ്ങനെ ഉൾപ്പെടുത്താറില്ല. എന്നാൽ വിശാലമായ നെറ്റിത്തടവും കണ്ണുകളും ഒക്കെയുള്ള ആൾക്കാരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. ചിലർക്ക് ഈ ഭരണി നക്ഷത്രം എന്നൊക്കെ പറയാൻ ഭരണിക്കകത്തിരിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഈ വിചാരിക്കുന്ന ആൾക്കാരെക്കാട്ടും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഭരണി നക്ഷത്രക്കാർ. എന്നാൽ ചില സമയത്ത് അവർക്ക് ഒരു മടി കാര്യങ്ങളൊക്കെ, ചില അലസത കാര്യങ്ങളൊക്കെ വരാം. അത് ഈ ശനിയുടെ ഒരു അപഹാരത്തിൻ്റെ ഒരു കാര്യമാണ്. ആ സമയത്ത് കുറച്ച് വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ അഗ്രസീവായിട്ട് വീണ്ടും പ്രവർത്തിക്കാനും അതുപോലെ അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ മറ്റുള്ളവരെ ഒന്ന് സഹായിക്കണം എന്നുള്ളൊരു ചെറിയ മെൻറ്റാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അവരൊറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിലും അവർ ചില സമയത്ത് സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് അവർ കുറച്ച് പിന്നോക്കാവസ്ഥയിൽ കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒരു സമയം കൂടിയൊക്കെയാണ്. എന്നാൽ ആരെങ്കിലും ഒന്നൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിൽ, ഇപ്പോൾ കടവായിട്ടോ അങ്ങനെയായിട്ടോ ഒക്കെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരാണ് ഭരണി നക്ഷത്രക്കാർ. എന്നാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപകാരങ്ങളും കാര്യങ്ങളും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ശരീരം കൊണ്ടുള്ള എന്ത് വേണേലും അവർക്ക് ചെയ്തു കൊടുക്കും. എന്നാൽ ഇവരുടെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ ഇവർ ഉറപ്പായിട്ടും സഹായിക്കുന്നൊരു മനസ്ഥിതി കൂടിയുള്ള ആൾക്കാരാണ് ഭരണി നക്ഷത്രക്കാർ. ഇവർക്ക് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഒരു പേടി കാര്യങ്ങളുള്ള ആൾക്കാരാണ്. അതുപോലെ ഏതു പരിസ്ഥിതിയിലും, അതായത് ഏതൊരു സമയത്തും വളരെ കഷ്ടപ്പാടും കാര്യങ്ങളും, നാളെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്കിൽ പോലും അവർ സ്വന്തം കഴിവുകൊണ്ട് അവർ ഐഡിയപരമായി ഒരു കാര്യം കണ്ടെത്തി
അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഭരണി നക്ഷത്രക്കാർ. പ്രത്യേകിച്ചും ഭദ്രകാളിയെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഭദ്രകാളി പ്രീതി അല്ല ഭദ്രകാളിയുടെ അനുഗ്രഹമുള്ള ആൾക്കാരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. പക്ഷെ അവർ കുറച്ച് വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതല്ലാതെ തന്നെ അവർക്ക് സ്വന്തം കഴിവ് കൊണ്ട് മുന്നേറാനായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഭദ്രകാളിയുടെ, അതായത് അവർക്കൊരു ഭദ്രകാളിയുടെ ഒരു ഈശ്വരാനുഗ്രഹം അവരുടെ ജന്മത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ ഇവർക്ക് ആരെയും ഇങ്ങനെ സുഖിപ്പിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു പ്രകൃതം കാര്യങ്ങളൊന്നുമില്ല. ഇവരുടെ കഷ്ടപ്പാടിലും അവരുടെ സ്വന്തം കഴിവിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞ ഭരണി നക്ഷത്രക്കാർ. അവർക്കറിയാം എന്തെങ്ങനെ ചെയ്യണം. അതായത് എനിക്ക് ഇത്ര കഴിവുണ്ട്, ഞാൻ ആ ഒരു രീതിയിലൂടെ തന്നെ മുന്നോട്ട് വരും, അല്ലാതെ ഇന്ന ആളെ സൂചിപ്പിച്ച് വർത്താനം പറയുക, അങ്ങനെ ചില ആൾക്കാരുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രകൃതവും കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് സ്വന്തം കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത്. വളരെയധികം അതായത് ശരീരമൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ഒരു പരിധിവരെ. കൂടുതൽ അസുഖം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ വളരെയധികം, അതായത് ഭരണി നക്ഷത്രക്കാർ വളരെയധികം ശരീരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ അവരുടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ലക്ഷ്യത്തിലെത്താനുള്ള ഓരോ കാര്യങ്ങളും അവർ നേടിയെടുക്കുക. ചില സമയത്ത് അവർ എത്ര കഷ്ടപ്പെട്ടാലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് തന്നെ വിചാരിക്കുക, പക്ഷെ മറ്റുള്ളവരിൽ നിന്നൊരു പ്രശംസ കാര്യങ്ങളൊന്നും അവർക്ക് ലഭിക്കാറില്ല. അവർ ചെയ്യുന്ന ഒരു വർക്കിനോ കാര്യങ്ങൾക്കോ അനുസരിച്ചുള്ളൊരു ഫലം അവർക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ സത്യം. എങ്കിലും അവരവരുടെ ജോലിയായിട്ട് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തുകൂടി അവരെന്ത് വന്നാലും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കുമെന്ന് തന്നെയാണ് ഈ വർഷം എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത്. അതായത് ഭരണി നക്ഷത്രക്കാർ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, ചെറിയ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഒരു ഗൃഹം വാങ്ങുന്നതിനുള്ള കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗൃഹനിർമ്മാണം, ഇപ്പം എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമെല്ലാം നേടിയെടുക്കാൻ പറ്റും. ഇപ്പം വിദേശത്ത് പഠിക്കാനായിട്ടൊക്കെയുള്ള കുട്ടികൾ ഒക്കെ ഭരണി നക്ഷത്രക്കാരുണ്ട്, അതൊക്കെ പോകാൻ പറ്റും. എന്നാൽ അതിനകത്ത് ചെറിയ തടസ്സം, 7.5 ശനി അപഹാര കാലഘട്ടം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കുറച്ച് വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ അവർക്ക് അതിൽ നിന്നും വളരെ സിമ്പിളായിട്ട് ശനിയുടെ അപഹാരം ഇല്ലാതെ തന്നെ അവർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. അതാണ് ഭരണി നക്ഷത്രക്കാരുടെ കാര്യം. ഇനിയിപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇനി ഭരണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ദുർവാശി കാര്യങ്ങളൊക്കെ, കടുംപിടുത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അവർ കുറച്ച് ദേഷ്യക്കാരായിരിക്കും, പക്ഷെ അവർ പാവമാണ്, മനസ്സുകൊണ്ട് പാവമാണ്. പക്ഷെ ഇതെല്ലാം റെഡിയാക്കി എടുക്കാനായിട്ട് അവർ ശ്രമിക്കും. പിന്നെ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറവുകളും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയും. അങ്ങനെ ഒരു കാര്യം കൂടി അവർക്കുണ്ട്. കാരണം കുറച്ചൊന്ന്, അതായത് ഇങ്ങനെയുള്ള കാര്യത്തിൽ അവർ കുറച്ച് അവരുടെ സ്വന്തമായിട്ട് അവർ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് നേടിയെടുക്കാനായിട്ട് അവർ മറ്റുള്ളവരുടെ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ പറയുന്നതാണ്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ റെഡിയായാൽ അവർക്കെല്ലാം നന്നായി കുടുംബത്തിലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക. ഭരണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അങ്ങനെയുള്ളൊരു കുറച്ച് കാര്യങ്ങൾ അവരൊന്ന് ചെറിയൊരു കാര്യങ്ങൾ അവർ സ്വന്തം കാര്യം നോക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിലൊക്കെ ശോഭിക്കാനായിട്ട് പറ്റും ഈ വർഷം കേട്ടോ. അതുപോലെ തന്നെ ഈ വർഷം കുടുംബപരമായിട്ട് എവിടെയെങ്കിലും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനോ അല്ലെങ്കിൽ ദീർഘയാത്രാ കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവത്തിലുണ്ട് ഈ വർഷം ഭരണി നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ അയൽക്കാരുമായിട്ടൊന്നും വലിയൊരു എന്താ പറയുന്നത്, ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഈ വർഷം അവർക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ സ്വന്തം കഴിവുകൊണ്ട് ഈ അലസതയൊക്കെ മാറ്റി സ്വന്തം കഴിവുകൊണ്ട് പ്രയത്നത്തിലെത്തി അവർ ലക്ഷ്യത്തിലെത്താൻ കൂടി ഒന്ന് അവർ തന്നെ പരിശ്രമിക്കണം. ആ മടി കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം, മനസ്സിലായോ? കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു മടി കാര്യങ്ങളൊക്കെ അവർക്ക് തോന്നുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട്, ഇവർ ശരിക്കും പറഞ്ഞാൽ
പ്രാർത്ഥനയിലും കാര്യത്തിലൊക്കെ വളരെയധികം മുൻപന്തിയിലാണെങ്കിൽ പോലും കുറച്ച് അലസത കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് സ്വന്തമായിട്ടൊരു തോന്നലുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുക. ഒന്ന് ഭഗവതിയെ ഒന്ന് പ്രീതിപ്പെടുത്തി അതിൻ്റെ കാര്യങ്ങളല്ല, ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തിയാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവും. പിന്നെ ശിവന് ധാര എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ തന്നെ അഗ്രസീവായിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തെളിഞ്ഞു വരും. അപ്പം അതുപോലെ തന്നെ പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനൊക്കെ ഉള്ളൊരു വർഷമാണിത്. എവിടെന്നെങ്കിലും എന്തെങ്കിലും ധനം ലഭിക്കുന്നതിനുള്ളൊരു സമയം കൂടി ഈ വർഷം വരുന്നുണ്ട്. അതായത് പഴയ ആൾക്കാരുടെ എന്തെങ്കിലും പൂർവികമായിട്ടുള്ള സ്വത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു തർക്കത്തിൽ അങ്ങനെ എന്തെങ്കിലും കേസിലൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി ഇവർക്ക് ആ ഒരു സ്വത്ത് ലഭിക്കാനും ധനം ലഭിക്കാനും ഒക്കെ ഉള്ളൊരു സമയം കൂടിയാണ് ഈ വർഷം. പൊതുവെ പറഞ്ഞാൽ ശനിയുടെ ഒരു അപഹാര കാലഘട്ടം ഉണ്ടായി പോലും ഇവർ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹാർഡ് വർക്ക് കൊണ്ട് ഇവർ കാര്യങ്ങളെല്ലാം സാധിക്കും, നേടിയെടുക്കും. ചെറിയ ചെറിയ വഴിപാടുകൾ കാര്യങ്ങൾ ചെയ്യാം. വളരെയധികം നന്നായിട്ട് തന്നെ ഈശ്വര പ്രാർത്ഥന ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നമ്മൾ ഈശ്വര പ്രാർത്ഥന നടത്തേണ്ട വളരെ അത്യാവശ്യമാണ്. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാവും. ശുഭകാര്യങ്ങളൊക്കെ, അതായത് ചില നല്ല കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ഭരണി നക്ഷത്രം എന്ന് പറയും. അത് വളരെയധികം ശരിയാണ്. ഉദ്ദിഷ്ടകാര്യ സിദ്ധി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും, അതായത് നമ്മൾ ഒരു എന്താ പറയുക, ചില കർമ്മങ്ങൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല ദിവസം തന്നെയാണ് ഭരണി. അതുപോലെ തന്നെ ഈ വർഷം ഇവർക്ക് ശുഭമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്ന് ചേരുന്നതാണ്. വസ്തു കൊടുക്കൽ വാങ്ങൽ എന്നിവയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാര്യങ്ങളൊക്കെ കാണുന്നു. കുറേയധികം സന്തോഷം കാര്യങ്ങളൊക്കെ ഈ വർഷം ഇവർക്കുണ്ടാവും. പക്ഷേ ഹാർഡ് വർക്ക്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായി തന്നെ കഷ്ടപ്പെടുക. കുറേ ഐഡിയപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് കാര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ഭദ്രകാളിയുടെ ഈശ്വരാധീനം എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പം അത് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വഴിപാടുകൾ കാര്യങ്ങൾ ചെയ്താൽ ഒന്നുകൂടി നന്നായിട്ട് തന്നെ വരും. ഈ പറഞ്ഞ അലസത കാര്യങ്ങളൊക്കെ മാറ്റുക. ഞാൻ നേരത്തെയും കൂടി പറഞ്ഞു, ഇതിപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഇതിൽ ഭരണി നക്ഷത്രത്തിൽ തന്നെ കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അലസത, ഒരു 100-ൽ 50% ഉണ്ടെന്ന് തന്നെ കരുതിക്കോളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കുറേ പേർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അലസത കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ ഇവർ വളരെയധികം നന്നായിട്ട് തന്നെ പോകാൻ പറ്റും. ജീവിതത്തിൽ ഈ വർഷം നിങ്ങൾക്കുള്ളൊരു സമയം കാര്യങ്ങളാണ്, ശോഭിക്കും. അപ്പോൾ ഈ പ്രധാനമായിട്ട് നിങ്ങളെ, അത് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങളെ വില കൽപ്പിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മൈൻഡേ ചെയ്യേണ്ട. ഇവർ മൈൻഡ് ചെയ്യൂല. എങ്കിലും ഞാൻ പറയുകയാണ്, അവരെ വിളിക്കാനോ പുറകെ നടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകണ്ട. നിങ്ങളെ വില കൽപ്പിക്കുന്നില്ല. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുക. കഴിഞ്ഞ ഞാൻ അനിഴം നക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലർ പറയുന്നുണ്ട് 56 വയസ്സായി 72 വയസ്സായി ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന. കുറേ ആൾക്കാർ 35-37 വയസ്സ് ആ ഒരു 30+ കഴിഞ്ഞപ്പോൾ തന്നെ അവർ കുറേ പേര് രക്ഷപ്പെട്ടവരുണ്ട്. കുറേ PSC വഴി കുറേ നിയമനം അങ്ങനെ ജോലി നേടിയവരുണ്ട്. അപ്പോൾ തിരുമേനി പറഞ്ഞ് ശരിയാണെന്ന്. അപ്പം ഈ 56 വയസ്സായിക്കോട്ടെ 72 വയസ്സായിക്കോട്ടെ, നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത നമ്മളുടെ ഒരു സ്വപ്നം, ആ ഒരു കാര്യം നമ്മൾ നേടിയെടുക്കാനായിട്ട്, അല്ലാതെ വെറുതെ മൂടിപ്പോതിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും റെഡിയാകാൻ പോകുന്നില്ല. കാരണം അനിഴം നക്ഷത്രക്കാരുടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വളരെയധികം അമാനുഷിക കഴിവ് ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് അതിൽ. അപ്പോൾ അവരുടെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ടൊരു ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വർക്ക് ചെയ്ത് തുടങ്ങി. അല്ലാതെ വർക്ക് ചെയ്യാതെ വീട്ടിൽ ഇരുന്നിട്ട് എൻ്റെ സമയം മോശമാണ് തിരുമേനി അല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്കും അവരുടെ ഒരു നല്ല സമയത്ത് ഉറപ്പായിട്ടും 10 പൈസ വരുന്ന കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ വന്നു കാണും. വന്നില്ലെങ്കിൽ തന്നെ സ്വന്തമായിട്ടൊരു ഐഡിയ, അവരെന്തെങ്കിലും കാര്യങ്ങളിൽ അവർ ഐഡിയപരമായി ചിന്തിക്കാനുള്ള നല്ല കഴിവുണ്ട് അവർക്ക്. അത് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കമൻറ്റ് വന്നു, അതിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അവർ ലാസ്റ്റ് പറയുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ, റെഡിയാകട്ടെ എല്ലാവരും അന്യയുടെ നക്ഷത്രക്കാർ വന്നു. പക്ഷേ ഇങ്ങനൊരു കാര്യമുണ്ട്. ഇപ്പം ഭരണി നക്ഷത്രത്തിനോടും ഈ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്, അലസത മാറ്റി നല്ലൊരു ഭാവിയിലേക്ക്, അതായത് നിങ്ങളുടെ ജീവിതം തന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടുക. ആ കഷ്ടപ്പാട് കാണാൻ നേരത്ത് ഭഗവാനും
നമ്മുടെ കൂടെ തന്നെ നിൽക്കും, അല്ല ഭഗവതി നമ്മുടെ കൂടെ തന്നെ നിൽക്കും. ഈ പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കുന്നെന്ന് പറയൂലേ, അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ ലക്ക് കറക്റ്റായിട്ട് വർക്കാവും. അപ്പം എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ട്, നിങ്ങൾ ചെയ്യാനെല്ലാം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ കാര്യങ്ങളൊക്കെ വന്നു ചേരും. അപ്പോൾ നിങ്ങൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇന്നത്തെ ഭരണി നക്ഷത്രക്കാർക്ക് പൊരുതിയാണേലും ഈ വർഷം അവർ നേടിയെടുക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.